ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സുബ്ഹാനല്ലാഹ് അവരുടെ 869ാമത് ആണ്ടടിയന്തരവും ഉറൂസും. ഇനി എന്തൊക്കെ പ്രോഗ്രാമുള്ള മാന ആരാണ് മൊയ്തീൻ ശൈഖിനെ നിന്ദിക്കുന്നത്, ആരാണ് മൊയ്തീൻ ശൈഖിനെ ആദരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ അറിയാതെ ജൂതന്മാരെ നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അത് ഞാൻ അടിവരയിട്ട് പറയണം. കാര്യപരിപാടി വിവിധ മതസ്ഥരായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്ര. എന്താണ് ഒന്നാമത്തെ പ്രോഗ്രാം? ഞാൻ ചോദിക്കട്ടെ, മദീനയിലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കൊല്ലം ജീവിച്ച് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 2 വർഷവും 3 മാസവും 10 ദിവസവും, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു 10 വർഷവും 10 മാസവും ഒക്കെ ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. ഏതെങ്കിലും ഒരു ഉറൂസ് ഇനി നബിയോ സഹാബത്തോ, ജൂതന്മാരവിടെയുണ്ട്, ക്രിസ്ത്യാനികൾ അവിടെയുണ്ട്, മജൂസികൾ അവിടെയുണ്ട്, ഈ പാർട്ടിക്കാരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വിവിധ മതസ്ഥരുടെ ഘോഷയാത്ര, ഇത് ദീനാണോ? ഇത് കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും ഗാജരക്കുറ്റിയും ആൾത്തറകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൾത്താരകളും മനുഷ്യ ദൈവങ്ങളും ഇവരൊക്കെ ആരാധിക്കപ്പെടുന്ന ഈ ഷിർക്കിന്റെ എല്ലാം കൂടി ചേർന്ന് അവർ നടത്തുന്ന ഒരാഘോഷം ഇസ്ലാമിന്റെ പള്ളി അങ്കണത്തിലാണ് എന്നതുകൊണ്ട് അത് ഇസ്ലാമികമാകുമോ? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളത്? അള്ളാന്റെ ദീനിൽ ഇതിന് എവിടെയാണ് മാതൃകയുള്ളത്? ഒന്ന്. രണ്ടാമത്തതോ ഒരുപാട് പരിപാടി, കൊടിയേറ്റം, പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന എന്തറിയോ, റാത്തീബ്, ദഹാരാമുട്ട്, പിന്നെ 9 മണി മുതൽ 9:30 വരെ ബാൻഡ് മേളം. എന്ത് അരമണിക്കൂറേ വെറു ഒച്ച. അല്ല പറയാണ് ബൗദ്ധ വിശ്വാസികളുടെ ആരാധന ഒരു ഒച്ചയും പുലിയും അല്ലാതെ വേറൊന്നല്ല. മുസ്ലിം സമൂഹം ഡും 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 അരമണിക്കൂർ അല്ലേ? ഈ അരമണിക്കൂർ ഈ മുട്ടി കേട്ടിട്ട് ആരെങ്കിലും പറയോ ഭയങ്കര ഉപദേശമായിരുന്നു ചെണ്ടന്റെ, അതുകൊണ്ട് ഞാൻ കള്ളുടി നിർത്തി എന്നാരെങ്കിലും പറയൂ കൂട്ടരെ? എന്താണ് ഈ സമുദായം? ഇനി നിങ്ങൾ കേട്ടോളിട്ടോ, ഇതിലെ പ്രോഗ്രാം നോട്ടീസ് വായിച്ച് കളിപ്പിച്ചു തരാം. രാത്രി 10 മണി എന്താ ഒന്നാമത്തെ പരിപാടി? മെഗാ ഗാനമേള. മെഗാ ഗാനമേള ഇത് 2007 കോട്ടയം സ്റ്റാർ വോയിസ് 10 മണിക്കൊരു ഗാനമേള, 2 മണിക്കൂർ. അത് കഴിഞ്ഞ് 12:30 വേറൊരു പരിപാടി. 12:30 മുസ്ലിങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട്. അതെന്താ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രി നിന്നുകൊണ്ട് നമസ്കരിക്കുന്നവരാണ് 12 മണിക്ക് ശേഷം. അതാണ് യഥാർത്ഥത്തിൽ ഇബാദുർ റഹ്മാന്റെ ലക്ഷണമെന്ന് 25-ാം അധ്യായത്തിലെ 64-ലൂടെ അല്ലാഹ് പറയുമ്പോ ഇവിടെ 12:30 മുസ്ലിം ഉമ്മത്ത് പള്ളി അങ്കണത്തിൽ മൊയ്തീൻ ശൈഖിന്റെ പേരിൽ മെഗാ സൂപ്പർ ഗാനമേള. ഇത് 12:30. ആദ്യം 10 മണിക്കൊരു ഗാനമേള, അതിന് 50,000 രൂപ ചെലവ്. രണ്ടാമത്തെ ഗാനമേള അന്ന് 12:30 മെഗാ സൂപ്പർ ഗാനമേള. മെഗാ സൂപ്പർ ഗാനമേള നയിക്കുന്നതോ സിനിമാ പിന്നണി ഗായകൻ അലക്സിയന്റെ അഖില ആനന്ദ്. ആയിഷ ബീവി പള്ളിയിൽ പോയിരുന്നോ? ചോദ്യമാണ് സുന്നികളുടെ. ആയിഷ ബീവി കുച്ചുപിടി നടത്തിയിരുന്നോ? ആയിഷ ബീവി ഗാനമേള നടത്തിയിരുന്നോ? നബിയുടെ മസ്ജിദുൻ നബവിയിൽ ആനന്ദും അഖിലയും നൃത്തം വെച്ചിരുന്നോ? അർദ്ധനഗ്നകളായി ഗാനമേള നടത്തിയിരുന്നോ? ഇത് ഏത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്? നീ പഠിച്ച ദീൻ ഏതാണ്? നിന്റെ മതമായതാണ്? നിന്റെ മതാചാര്യൻ ആരാണ് എന്നിവിടെ പറയേണ്ടതുണ്ട്. ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടോ തൊട്ട് പിറ്റേ ദിവസം ആരൊക്കെ അതിൽ പങ്കെടുക്കണ അറിയോ? പണ്ഡിതന്മാര് ഈ മൊത്തം പ്രോഗ്രാമില് കേട്ടോളി. സഈദ് മുസ്ലിയാർ MAM. ആരാണ്? സഈദ് മുസ്ലിയാരാണ് ഒന്ന്. രണ്ടാമത്തതോ ഷാഉൽ ഹമീദ് സഖാഫിയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിച്ച സഖാഫിയായ ഷാഉൽ ഹമീദ് സഖാഫി, നായിബ് ഇമാം തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത്. പിന്നെയോ വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി, MA ഉമർ മൗലവി ഹാഫിള് വഹബി, ചീഫ് ഇമാം മൈദാനി ജുമാ മസ്ജിദ്. ഇത്തരം പണ്ഡിതന്മാരുടെ പേര് കൊടുത്തിട്ട് ഇവരാണല്ലോ മിമ്പർ നയിക്കുന്നത്, അതുകൊണ്ട് കൗമ് നന്നാവൂല. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കണം. നിങ്ങൾ ഓർക്കണോ? ഈ കൗമ് നന്നാവോ? ഇവരൊക്കെ നേതൃത്വം കൊടുക്കണേ. ഇനി തൊട്ട് താഴെ 27/4/2000 രാത്രി 10 മണി ഗാനമേള. ഇതിങ്ങനെ പരമ്പരയാണ്, സിൽസിലയാണ്. അവതരണം പാലാ സൂപ്പർ ബീറ്റ്സ്.
അന്ന് രാത്രി 1 മണി, അർദ്ധരാത്രി 1 മണി, പിറ്റേന്നേക്ക് പിറക്കുന്ന ദിവസമാണ് മെഗാ സൂപ്പർ ഗാനമേള. ഒരു ദിവസമാണ്, ഒരേ ടൈമിൽ ഒരു രാത്രിയിലും ഒരു പകലിലേക്ക് പറന്നു വരുമ്പോഴും മെഗാ സൂപ്പർ ഗാനമേള. കൊല്ലം ഷാഫി, താജുദ്ദീൻ വടകര റഫീഖ്, റഹന തുടങ്ങിയ സൂപ്പർ താരങ്ങൾ പങ്കെടുക്കുന്നു. അതിൽ താജുദ്ദീനിന് വിവാഹം കഴിക്കുന്നില്ല എന്ന കേൾവി. സംഗീതമാണത്രേ ഭാര്യ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ഇനി നോക്ക് നിങ്ങൾ, അതേ ദിവസം പിന്നെ നടക്കുന്നതോ പിറ്റേന്ന് 28/4/2007 രാത്രി 10 സൂപ്പർ ഗാനമേള. സിനിമാ പിന്നണി ഗായകൻ കണ്ണൂർ സലീം, ഗായിക സജില സലീം ആൻഡ് ഫാമിലി ഓർക്കസ്ട്ര നയിക്കുന്നു. അന്ന് രാത്രി 1 മണി മുതൽ സൂപ്പർ ഹിറ്റ് ഗാനമേള. എത്രയെത്ര ഗാനമേളകളാണ് ഇത്! മൊയ്തീൻ ശൈഖിന്റെ പേരിൽ നടത്തുന്നതാണ്. ഇത് ഇസ്ലാമാണോ? ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുക. ഗൈറ സബീലിൽ മുഅ്മിനീൻ, സലഫി മൻഹജിനെതിരായി നിലകൊള്ളുക. ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത വഴി, അതാണ് സലഫി മൻഹജ്. ആ മുഅ്മിനുകൾ ചെയ്യാത്ത, അബൂബക്കർ സിദ്ദീഖ് ചെയ്യാത്ത, ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്യാത്ത, ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്യാത്ത, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഉർ റാഷിദീനിൽ മഹ്ദിയീൻ. എന്റെ സഹാബികളും ഞാനും എന്റെ സഹാബികളും ഏതുപോലെ ജീവിച്ചുവോ, മാന അലൈഹി വസ്വാബി, ഞാനും എന്റെ സഹാബികളും ജീവിച്ച പോലെ. നിങ്ങൾ നോക്ക്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് പറയാണ്, അഹ്ലുസുന്ന എന്ന ഈ പുസ്തകത്തിന്റെ 3-ാം അധ്യായം പരിശുദ്ധ പാരമ്പര്യം എന്ന ഈ അധ്യായത്തില് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, 3-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പറയാണ്, ഏതൊരു വിശ്വാസവും ഏതൊരാചാരവും ഇസ്ലാമിന്റേതായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ശറഇന്റെ രേഖക്ക് അത് പൂർണ്ണമായി വിധേയമായിരിക്കണം. ഇനി പറയുന്ന കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭ്യമാകുന്നത് മാത്രമേ ശറഈ രേഖയായി പരിഗണിക്കപ്പെടുകയുള്ളൂ. നബിയിലൂടെയല്ലാതെ സമർത്ഥിക്കപ്പെടുന്നതൊന്നും അത് ഇസ്ലാമിൽ രേഖയായി കണക്കാക്കാനൊക്കില്ല. അപ്പൊ വളരെ വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു, ഈ പ്രോഗ്രാം ഒക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കെന്താ, ഇത് ദീനിനെ, ഇതിൽ പുണ്യം കിട്ടും. ഇനി ഈ പ്രോഗ്രാം നോട്ടീസിൽ ഈ പരിപാടിയൊക്കെ കണ്ട് ഒരു സുന്നി ചെക്കൻ വന്നിട്ട് ഉസ്താദിനോട്, ഉസ്താദേ ഇന്ന് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ട്, നമുക്ക് ഒന്നിച്ച് കാണാം എന്ന് പറഞ്ഞാൽ മുസ്ലിയാർക്ക് എന്തോ പറയാൻ പറ്റുമോ? അതിനേക്കാൾ വലുതല്ല ഇതിലെ ഗാനമേളകള്. നേരിട്ടാ കാണുന്നേ. പെണ്ണ് ഇത്രേ ഉള്ളോളെ കൈ. ഈ സെജില എന്ന് പറഞ്ഞ പെൺകുട്ടിനെ ഈ റമദാനിൽ ഞാൻ കണ്ട്. അവളുടെ ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. മോനെ നീ ഏതാ? അപ്പോഴും പറയണേ. ഞാൻ പറഞ്ഞു, മോനെ എന്നാ കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാപ്പാനോട് പറ മോനെ, ഇത് നിർത്തിക്കളാൻ, പേര് മുസ്ലിമാ. പെങ്ങളോടും പറ, ഓളിട്ട ഡ്രസ്സ് ആദ്യം മാറ്റാൻ പറഞ്ഞു. ആ ആളുകളാണ് ഇവിടെ ചെന്നത് കളിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നത് ദീന, ഇത് മതമാണോ? മതത്തിന്റെ ഇത് 2007 അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ ഈ സമുദായത്തിന്റെ ദയനീയത. എല്ലാരും മദ്യപാനം, വ്യഭിചാരം, എല്ലാ പിടിച്ചുപറികൾ, അങ്ങനെ എന്തെല്ലാം തിന്മകള് ഈ ലോകത്ത്. അതെല്ലാം ഇല്ലാതാകാനുള്ള വഴി എന്താ? അള്ളാന്റെ ദർശനമേതോ ഖുർആനേതോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഖുർആനും സുന്നത്തും പ്രാവർത്തികമാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ 7ാം സംസ്ഥാന സമ്മേളനം. എനിക്ക് വളരെ വിനീതമായി പറയാൻ, ഇവിടെ പല സമ്മേളനങ്ങളും നടക്കും പലരുടെയും. അപ്പൊ ഒരു വലിയൊരു ബോർഡ് കൊണ്ടുവച്ചാൽ അതിനേക്കാൾ ഇത്തിരൂടെ വലുത് എന്ന് മനസ്സിൽ വിചാരിച്ച ആ ബോർഡ് വെച്ചതിന് ഒരു പുണ്യവും കിട്ടൂല. രണ്ടാളോട് പറയുന്നു, കിട്ടൂല. അവനാൻ അള്ളാന്റെ